നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPLൻ്റെ പ്ലേ ഓഫിൽ 4ാമത്തെ ടീമായിട്ട് ആര് കയറും എന്നത് തീരുമാനിക്കാനുള്ള മത്സരങ്ങളിലൊന്ന് ഇതാ വാങ്കഡയിൽ പുരോഗമിക്കുന്നു. ജയിച്ചാൽ പിന്നെ അടുത്ത മത്സരത്തിന് KKR വേഴ്സസ് DC മത്സരത്തിന് ഒരു പ്രസക്തിയുമില്ല. ഇവിടെ ഇപ്പോൾ ടോസ് ലഭിച്ച മുംബൈ ഇന്ത്യൻസ് RRന് ബാറ്റിങ്ങിന് അയച്ചു. നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റിന് RR 205 റൺസ് എന്ന ഭേദപ്പെട്ടൊരു സ്കോർ ഉയർത്തിയിട്ടുണ്ട്. ഈ പിച്ചിൽ ഇത് മതിയോ എന്നതൊരു സംശയമാണ്. RRനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് അവരുടെ ബാറ്റിംഗ് പ്രതീക്ഷ പോലെ മുന്നോട്ട് പോകുന്നില്ല എന്ന് കരുതിയതാണ്. എന്നാൽ ജോഫ്രെ ആർച്ചറുടെ ആ കമിയോ അവർക്ക് വലിയ രൂപത്തിൽ ഊർജം പകർന്നു. അതാണ് അവരെ 200ലേക്ക് എത്തിച്ചത്. ഏതായാലും 15 പന്തിൽ നിന്നൊരു 4-ഉം 3 സിക്സറും അടക്കം ജോഫ്രെ ആർച്ചർ അടിച്ചത് 32 റൺസാണ്. വീണ്ടും സിക്സർ അടിക്കാനുള്ള ശ്രമം ഷാർദുൽ താക്കൂറിൻ്റെ പന്തിൽ തിലക് വർമ്മ പിടിച്ച് അദ്ദേഹം മടങ്ങുകയായിരുന്നു. ഏതായാലും അവർക്ക് പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അത് വൈഭവ് സൂര്യവംശിയുടെ പോക്കും അതുപോലെ ധ്രുവ് ജുറലിൻ്റെ ഒരു സ്കോർ ചെയ്യാനുള്ള ശ്രമവും ഒക്കെയാണ് ഒടുവിൽ അവർ എന്തായാലും 20 ഓവറിൽ 8 വിക്കറ്റിന് 205 റൺസിലേക്ക് എത്തി. യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. ജയ്സ്വാൾ തന്നെയാണ് കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് തുടക്കത്തിൽ ചെയ്തത്. 17 പന്തിൽ നിന്നൊരു 4-ഉം 3 സിക്സറും അടക്കം അദ്ദേഹം 27 റൺസ് അടിച്ചു. പക്ഷേ വിൽ ജാക്സ് പ്രഹരമേൽപ്പിച്ചു. വിൽ ജാക്സിൻ്റെ പന്തിൽ കോർബിൻ ബോഷെ പിടിച്ച് അദ്ദേഹം മടങ്ങി. സൂര്യവംശിയാണ് പിന്നാലെ പോയത്. സൂര്യവംശിക്ക് 6 പന്തുകൾ മാത്രമേ നേരിടാൻ കിട്ടിയുള്ളൂ. അദ്ദേഹം ബൗണ്ടറിയോ സിക്സറോ ഒന്നും അടിക്കാതെ 6 പന്തുകളാകുമ്പോഴേക്കും 3 സിക്സർ അടിക്കുന്ന പയ്യനാണ്. ഇന്നും പക്ഷേ അതൊന്നും കണ്ടില്ല. 4 റൺസാണ് അടിച്ചത്. ദീപക് ചാഹറിൻ്റെ പന്തിൽ നമാന്തിർ പിടിച്ച് പുറത്തായി. അത് RRന് വലിയ തിരിച്ചടിയാകും എന്ന തോന്നലാണ് ഉണ്ടാക്കിയത്. 33-2. അവിടെ നിന്നാണ് പിന്നെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ധ്രുവ് ജുറലും റിയാൻ പരാഗും ശ്രമിക്കുന്നത്. പരാഗിന് പക്ഷേ അധികം മുന്നോട്ട് പോകാൻ പറ്റിയില്ല. 8 പന്തുകൾ 2 4-ഉം 1 സിക്സറും അടക്കം 14 റൺസ് അടിച്ച് അല്ലാ ഗസൻഫറുടെ പന്തിൽ തിലക് വർമ്മ പിടിച്ച് പുറത്താവുകയായിരുന്നു. ഷനാക്കയും ജുറലും ചേർന്ന് മുന്നോട്ട്. ഷനാക്ക 15 പന്തുകളിൽ നിന്ന് 3 സിക്സറുകളുടെ സഹായത്തോടെ 29 റൺസ് അടിച്ചപ്പോൾ ജുറൽ 26 പന്തുകളിൽ നിന്ന് 3 4-ഉം 2 സിക്സും അടക്കം 38 റൺസ് അടിച്ചു. അദ്ദേഹമാണ് ടോപ്പ് സ്കോറർ. അദ്ദേഹത്തെ കോർബിൻ ബോഷ് ബൗൾഡാക്കി വിടുകയായിരുന്നു. ഡൊണോവൻ ഫെരീര 15 പന്തുകളിൽ നിന്ന് 18 റൺസ് 2 സിക്സർ അദ്ദേഹത്തിൻ്റെ വക. ജോഫ്രെ ആർച്ചർക്കൊപ്പം ശുഭൻ ദ്യൂബെ. പക്ഷേ ദ്യൂബെ അധികം വൈകാതെ തന്നെ പുറത്തു പോകുന്നൊരു കാഴ്ച കണ്ടു. അദ്ദേഹം ഔട്ടാവുന്ന സമയത്ത് ഷാർദുൽ താക്കൂറിൻ്റെ ടവല് താഴെ വീണത് കുമാർ സംഘക്കാർ ഒരു കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ ഉയർത്തിയിരുന്നു. പക്ഷേ 6 പന്തിൽ നിന്ന് 5 റൺസ് അടിച്ച് അദ്ദേഹം മടങ്ങിപ്പോയി. ആർച്ചർക്ക് കൂട്ടായിട്ട് രവീന്ദ്ര ജഡേജയെ ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറക്കി വിട്ടു. ജഡേജ അടിക്കുമെന്ന് കരുതി. പക്ഷേ അത് സംഭവിക്കുന്നതിന് മുമ്പ് ജോഫ്രെ ആർച്ചർ മടങ്ങിപ്പോയി. അദ്ദേഹം 15 പന്തിൽ നിന്ന് 32 റൺസാണ് അടിച്ചത്. ജഡേജ ഒരു നോ ബോളിൽ ഔട്ടൊക്കെ ആയതാണ്. പക്ഷേ പിന്നെ തിരികെ വിളിക്കപ്പെട്ടു നോ ബോൾ ആയതുകൊണ്ട്. ഏതായാലും ഒടുവിൽ 11 പന്തുകളിൽ നിന്ന് അദ്ദേഹം 19 റൺസാണ് അടിച്ചത്. 3 4 സഹായത്തോടെ 19 റൺസ് അടിച്ച് പുറത്താകുന്നു. ബർഗർ ഒരു സിക്സറൊക്കെ അടിച്ചു. 3 പന്തിൽ നിന്ന് 1 സിക്സറിന് സഹായത്തോടെ 10 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകുന്നു. അങ്ങനെ ഒടുവിൽ 20 ഓവറുകളിൽ 8 വിക്കറ്റിന് 205 റൺസാണ് അവരടിച്ചിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിനെ അതിനുള്ളിൽ അവർക്ക് വീഴ്ത്താൻ പറ്റിയാൽ, അതായത് 205ലേക്ക് കടക്കാൻ അനുവദിക്കാതെ വീഴ്ത്താൻ പറ്റിയാൽ RR കളിക്കും പ്ലേ ഓഫ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ് എത്താം.